കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കത്തിലെ തന്നെ പാർട്ടിയുടെ നയം വ്യക്തമാക്കിയതാണ്. ഒരു പുതിയ ഗവൺമെൻറ് വന്നിരിക്കുന്നു. ആ ഗവൺമെൻറ് ഒരുപാട് വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുത്തുകൊണ്ട് പ്രതീക്ഷകൾ എല്ലായിടത്തും ഉണർത്തിക്കൊണ്ടുവന്ന ഗവൺമെൻറ്റാണ്. അതിൻ്റെ മുഖ്യമായ വാഗ്ദാനം ഒറ്റ വാക്കിൽ പുതുയുഗമായിരുന്നു. ആ പുതുയുഗത്തിൻ്റെ വാഗ്ദാനവുമായി വന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ സംസ്ഥാനത്തിനും ജനങ്ങൾക്കും നാടിനുമെല്ലാം ഗുണപ്രദമായ അനുകൂലമായ നടപടികളും നയങ്ങളും ഉണ്ടായാൽ ചുമതലാബോധമുള്ള ഒരു ഇടതുപക്ഷ പ്രതിപക്ഷം എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവയപ്പെടുത്താണ്. പ്രതിപക്ഷമായതുകൊണ്ട് അവർ മറുപക്ഷമായതുകൊണ്ട് കണ്ണും പൂട്ടിയുള്ള എതിർപ്പ് നേടായിരിക്കില്ല. അതേപോലെ തന്നെ പറയട്ടെ, ഈ വാഗ്ദാനങ്ങൾ മറന്നുകൊണ്ട് ജനദ്രോഹത്തിൻ്റെ പാതയിലൂടെ ഗവൺമെൻറ് നീങ്ങാൻ ശ്രമിച്ചാൽ എല്ലാ പ്രകാരത്തിലും അതിനെ ചെറുക്കാനും എതിർക്കാനും തോൽപ്പിക്കാനും ജനങ്ങളുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകും. ഇതായിരിക്കും പാർട്ടി നയം. ഈ നിലപാടിനെ ഉൾക്കൊണ്ടാണ് ഞങ്ങൾ നയപ്രഖ്യാപന പ്രസംഗം കേട്ടത്. വാസ്തവത്തിൽ അതിനകത്ത് കാര്യമായ നയമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ തൽക്കാലം എത്രയും മതി, ബജറ്റൊക്കെ വരുമ്പോൾ ഇനിയും കുറെ കൂടെ പറയാൻ ഉണ്ടാകും എന്നെല്ലാം ഓർത്തായിരിക്കാം ഗവൺമെൻറ് ഗവർണറെ കൊണ്ട് വളരെ ഉപരിപ്ലവപരമായൊരു നയപ്രഖ്യാപന പ്രസംഗം ചെയ്യിച്ചത്. ഒരു പഴയ നാടകത്തിൻ്റെ പേരാണ് ഇംഗ്ലീഷിൽ മച്ച് ഏഡോ എബൌട്ട് നത്തിങ്. അതുപോലെ ആയിപ്പോയി നയപ്രഖ്യാപന പ്രസംഗം. എന്തെല്ലാമോ ഒക്കെ സംഭവിക്കാൻ പോകുന്നു, വരാൻ പോകുന്നു, ചെയ്യാൻ പോകുന്നു എന്നെല്ലാമുള്ള പ്രതീതി പരത്തിക്കൊണ്ടുവന്ന ആ നയപ്രഖ്യാപനത്തിൽ വാസ്തവത്തിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അത് കേട്ടവർക്കെല്ലാം ഉണ്ടാകാനിടയുള്ള ആ പ്രതികരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രേഖപ്പെടുത്തുകയാണ്. ഒരു രാഷ്ട്രീയ നയം അതിനകത്തുണ്ട്. ആ നയം എന്താണെന്ന് പറഞ്ഞാൽ, കേന്ദ്ര സർക്കാരിന് സങ്കടമോ ദേഷ്യമോ പ്രതിഷേധമോ ഉണ്ടാകുന്ന ഒന്നും പറയാതിരിക്കണം എന്ന നയമാണത്. ഒരു ഗവൺമെൻറ് വന്ന ഉടനെ അതിൻ്റെ മധുവിധു കാലം തീരും മുമ്പ് കേന്ദ്രവുമായി യുദ്ധം ചെയ്യാൻ പോകാനല്ല ഞങ്ങളുടെ വാദം. പോകണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെൻറ്റിന് ചില മൗലിക രാഷ്ട്രീയം ഉണ്ടാകേണ്ടതല്ലേ? ആ രാഷ്ട്രീയത്തിൻ്റെ പാതയും പാഠവും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിക്കും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിനും അറിയാം എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എവിടെയും ഒരു ചെറിയ നിഴലായിട്ട് പോലും കേന്ദ്രത്തിൻ്റെ നയങ്ങളെപ്പറ്റിയുള്ള വിമർശനങ്ങൾ ഒരു വാചകമോ ഒരു വാക്കോ പോലുമില്ല. പൊതുനയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്, അവ വിമർശിക്കപ്പെടേണ്ടവയാണ്. മതനിരപേക്ഷ ഇന്ത്യ, ജനാധിപത്യ ഇന്ത്യ, ഭരണഘടനയിൽ സോഷ്യലിസ്റ്റ് ലക്ഷ്യം പ്രഖ്യാപിച്ച ഇന്ത്യ, ഫെഡറൽ ഇന്ത്യ, പരമാധികാരമുള്ള ഇന്ത്യ, ഇതെല്ലാമാണ് എല്ലാ ഇന്ത്യക്കാരും പ്രിയങ്കരമായി കാണുന്ന ദേശീയ മൂല്യങ്ങൾ. രാഹുൽ ഗാന്ധിയും ഇടയ്ക്കിടയ്ക്കെല്ലാം അതേപ്പറ്റി പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ
കോൺഗ്രസ് നയിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഒന്നാം നയപ്രഖ്യാപനത്തിൽ ഈ പറയുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെ പറ്റിയുള്ള ഒരു പരാമർശം രൂക്ഷമായ ആക്രമണം വേണമെന്നല്ല CPIയുടെ വാദം, അത് പിന്നെ മതിയായിരിക്കും. പക്ഷേ ഒരു പരാമർശം പോലും അതേപ്പറ്റി ഒന്നും പറയാതെ വളരെ സ്നേഹിച്ചും തൊട്ടും തലോടിയും മാത്രം പോകാൻ കാണിക്കുന്ന ഈ വാശി, അത് ഒരു മതവിധ വാശിയാണോ അതോ നയപ്രഖ്യാപനത്തിൻ്റെ നയമതാണോ, അതായിരിക്കുമോ ഗവൺമെന്റിന്റെ രാഷ്ട്രീയം എല്ലാ കാലത്തും? ഈ ചോദ്യങ്ങളെല്ലാം ഞങ്ങൾ ചോദിക്കാൻ ഇപ്പോൾ നിർബന്ധിതരാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് ചോദിക്കുന്നു. ഒരു ഉപരോധത്തിന്റെ അന്തരീക്ഷമില്ലേ കേരളത്തിൽ? കഴിഞ്ഞ 10 കൊല്ലത്തിലേറെയായി കേന്ദ്രം കാണിക്കുന്ന ഉപരോധത്തിന്റെ രാഷ്ട്രീയമുണ്ട് സാമ്പത്തിക നയങ്ങൾ. LDF സർക്കാരിൻ്റെ കാലത്ത് അത് പൂർണ്ണമായിട്ട് പ്രകടമായിരുന്നു. തരേണ്ട വിഹിതം തരാതെ, അവകാശപ്പെട്ട ധനം തരാതെ, GST വിഹിതം പങ്കിടാതെ, വായ്പാ പരിധി വെട്ടിക്കുറച്ചുകൊണ്ട്, അങ്ങനെ നോക്കിയാൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സാമ്പത്തിക അധികാരങ്ങളെ, സാമ്പത്തിക ഫെഡറലിസത്തിൽ പാലിക്കേണ്ട കേവല മര്യാദകളെ എല്ലാം പുച്ഛിച്ചുകൊണ്ടായിരുന്നു ഇക്കാലം മുഴുവനും കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിച്ചത് കേരളത്തോട്. പ്രതിപക്ഷങ്ങളെല്ലാം മാറ്റിവെക്കുക, അത് കോൺഗ്രസിനും അറിവുള്ള കാര്യമാണ്. ആ നയത്തിൽ നിന്നും കേന്ദ്രം മാറിയില്ലെങ്കിൽ ഇവിടെ ആര് ഭരിച്ചാലും ശരി, കേരളത്തിൻ്റെ വികസന പാതയിൽ ഉണ്ടാകാൻ ഇടയുള്ള പ്രതിബന്ധങ്ങളെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉത്കണ്ഠയുണ്ട്, LDF ഉത്കണ്ഠയുണ്ട്. ആ ഉത്കണ്ഠ ഒരു LDF UDF പ്രശ്നമല്ല, ആ ഉത്കണ്ഠ ഒരു കേരളീയ പ്രശ്നമാണ്. കേരളത്തിൻ്റെ ഈ താല്പര്യങ്ങളെ ഫലപ്രദമായി ഒന്ന് പ്രതിഫലിപ്പിക്കാൻ വാചകങ്ങളോ വാക്കുകളോ ഒക്കെ ഇഷ്ടമുള്ളതാണ്. ഫലപ്രദമായി അത് സൂചിപ്പിക്കാൻ പോലും എന്തുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം തയ്യാറായില്ല എന്നും, എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് അതിൻ്റെ പുതുയുഗ വാഗ്ദാനത്തിൻ്റെ ഒന്നാം വിളംബരത്തിൽ അതേപ്പറ്റി മൗനം പാലിക്കാൻ തീരുമാനിച്ചുവെന്നും വ്യക്തമല്ല. അതുകൊണ്ട് ആ ചോദ്യം ഇവിടെ കിടക്കുന്നുണ്ട്. ദീർഘമായിട്ട് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നില്ല. കേരളത്തിൻ്റെ പുരോഗതി, വികസനം, ചരിത്രമൊക്കെ പറയുന്നുണ്ട്. ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അത് 57 ആരംഭിച്ച യാത്രയാണ്. കേരളത്തിൻ്റെ ഈ വ്യതിരിക്തതയാർന്ന വികസന യാത്ര, അതാണ് വാസ്തവത്തിൽ പുതുയുഗത്തിൻ്റെ ആരംഭം. ആ പുതുയുഗത്തിൻ്റെ വഴി വെട്ടിത്തെളിച്ചത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് 57. അവിടെ മുതൽ ഇങ്ങോട്ട് പലപ്പോഴായി കേരളം ഭരിച്ച ഇടതുപക്ഷ നേതാക്കന്മാർ നയിച്ച ഓരോ ഗവൺമെൻറ്റുകളും നീങ്ങിയ വഴി അതേ വഴിയാണ്. ആ വഴിയിൽ ജനങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ടായിരുന്നു. വികസനത്തിൻ്റെ കേന്ദ്ര പരിഗണനയായി ആ വികസന പാത ജനങ്ങളെ കണ്ടിരുന്നു. അത് പ്രകൃതിയോട് ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റിയുള്ള ഫെഡറൽ കാഴ്ചപ്പാടുകളെ ഉയർത്തിപ്പിടിച്ചിരുന്നു. അങ്ങനെ ആ നയത്തിൻ്റെ തുടർച്ചയാണ്. അതേപ്പറ്റിയുള്ള ഒരു ദുർബല പരാമർശമുണ്ട് ഈ നയപ്രഖ്യാപനത്തിൽ. പക്ഷെ ആ പരാമർശം എത്രമേൽ ദുർബലമാണെങ്കിൽ പോലും ഞങ്ങൾ പറയുന്നു, 57 ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ ആരംഭിച്ച, പിന്നീട് മാറി മാറി വന്ന പല ഗവൺമെന്റുകളിലുമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പങ്കുവഹിച്ച വികസന പാതയുടെ ആ ഒരു കോഴ്സ് ഓഫ് ജേർണി, യാത്ര പഥത്തിൽ നിന്ന് മാറിപ്പോകാൻ ഗവൺമെന്റ് ശ്രമിക്കരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ചില വിഷയങ്ങളിലെല്ലാം വളരെ അപൂർണതയുണ്ട്. അതുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി ഒട്ടും വൈകാതെ നയപ്രഖ്യാപനത്തെ പറ്റിയുള്ള
ഒരു പൊതുപ്രഖ്യാപനത്തിന് വേണ്ടി ഒരു പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം സംബന്ധിച്ചു. നയപ്രഖ്യാപനം കഴിഞ്ഞ് അനവധി മണിക്കൂർ വൈകും മുമ്പായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ പത്രസമ്മേളനം. നയപ്രഖ്യാപനത്തിൻ്റെ ഒരു വ്യാഖ്യാനമെന്നോ വിശദീകരണമെന്നൊക്കെ പറയാവുന്ന ആ പ്രസ് കോൺഫറൻസിലും ഒരുപാട് ഈവ്സ് ആൻഡ് ബട്ട്സ് ഉണ്ട്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന കാര്യം കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാകും. അതെല്ലാം നാളെ വരുമെന്ന് പ്രതീക്ഷിക്കാം. നാളെ എന്ന് വെച്ചാൽ ഇൻ കമ്മിങ് ഡേയ്സ് വരുമെന്ന് കരുതാം. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. നിങ്ങൾ മുൻകൂറായിട്ടൊന്നും പറഞ്ഞ് ഒരു വിമർശനത്തിൻ്റെ ഭാഷ ഈ ഘട്ടത്തിൽ പറയാൻ ശ്രമിക്കുകയല്ല, ചെയ്യുന്നില്ല. ഇതിനകത്തൊരു പരാമർശമുണ്ട്. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ എല്ലാ കാലങ്ങളിലെയും നെടുന്തൂണാണ്, അടിത്തറയാണ് ഭൂബന്ധങ്ങളിലെ മാറ്റം, ഭൂപരിഷ്കരണം. ഈ നയപ്രഖ്യാപനത്തിൽ അതിനെപ്പറ്റി പരാമർശമുണ്ട്. ആ ഭൂപരിഷ്കരണമാണ് കേരളത്തിൻ്റെ എല്ലാ പിൽക്കാല വളർച്ചയുടെയും വഴി കാണിച്ച മൗലിക നിയമം. കേരളപ്പിറവിയുടെ 50-ാം വാർഷികത്തിൽ ഞാൻ പെട്ടെന്ന് ഓർത്തു പോവുകയാണ്. ഒരു ചോദ്യമുണ്ടായിരുന്നു അന്ന് അന്തരിച്ച കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സാംസ്കാരിക നായകൻ MT വാസുദേവൻ നായരോട്. ചോദ്യം ഇതായിരുന്നു: 50 കൊല്ലങ്ങളിൽ കേരളം കണ്ട ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യമെന്തായിട്ട് വന്നായിരുന്നു. ഒട്ടും ചിന്തിക്കാതെ MT പറഞ്ഞു, ഭൂപരിഷ്കരണ നിയമം. അതൊരു അർത്ഥവത്തായ പ്രഖ്യാപനമാണ്. സാഹിത്യകാരൻ്റെ കേവലമായ സാഹിത്യ പരാമർശമല്ല അത്. കേരളീയ ജീവിതത്തെ നിരീക്ഷിക്കുന്ന, ആഴത്തിൽ പഠിച്ച, ആ നിരീക്ഷണത്തിൻ്റെ ഫലങ്ങളെല്ലാം പലപ്പോഴും സ്വന്തം കൃതികളിലേക്ക് ആവിഷ്കരിച്ച ഒരു വലിയ മനുഷ്യൻ്റെ ശ്രദ്ധയും ശരിയുമായ നിലപാടായിട്ട് ഞങ്ങളത് ഓർക്കുകയാണ്. അതാണ് ഭൂപരിഷ്കരണം. അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഈ നയപ്രഖ്യാപനത്തിലുണ്ട്. ആ പരാമർശങ്ങളെപ്പറ്റി ആഴത്തിൽ പറയാനോ പഠിക്കാനോ ഉള്ള വിവരങ്ങൾ അതിലില്ല. പക്ഷെ എങ്കിലും ഈ ഘട്ടത്തിൽ ഒരു കാര്യം പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDF ആഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്: ഏത് പരിഷ്കാരമായാലും ശരി, കേരളത്തിൻ്റെ വികസനത്തിൻ്റെയും മുന്നേറ്റങ്ങളുടെയും അടിസ്ഥാന ഘടകമായിട്ട് എന്നും പരിഗണിക്കപ്പെടുന്ന ഭൂപരിഷ്കരണത്തിൻ്റെ മൗലിക സ്വഭാവത്തെ അട്ടിമറിക്കുന്നതൊന്നും നടപ്പാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അത് കൃത്യമായി പറയുകയാണ്. ആ കാര്യത്തിൽ ഉറച്ച നിലപാടായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും LDFിനുള്ളത്. ഭൂപരിഷ്കരണത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റാൻ പാടില്ല. ഇത് ഒരു നിലപാടായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു. നയത്തെപ്പറ്റി പറയുമ്പോൾ ആ നയം UDF സർക്കാരിനുണ്ടോ എന്ന കാര്യം ഗവൺമെൻറ്റാണ് പറയേണ്ടത്. അത് പക്ഷേ പറഞ്ഞു കണ്ടില്ല. സ്ത്രീകൾക്കുള്ള യാത്ര സൗജന്യം പ്രഖ്യാപിച്ചത് വലിയ നല്ല കാര്യമാണ്. നയപ്രഖ്യാപനത്തിലും പ്രസ് കോൺഫറൻസിലും അതിങ്ങനെ പറഞ്ഞു പോയതല്ലാതെ എന്നു മുതലെന്ന് പറയാൻ കൂട്ടത്തിൽ കണ്ടില്ല. കണക്കെല്ലാം നോക്കണം, പഠനങ്ങൾ വേണ്ടിവരും, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അനന്തമായി കാത്തിരിക്കാൻ പറയുന്നത് സ്ത്രീകളോട്. കേരളത്തിലെ സ്ത്രീകൾ അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടെ കൊടുക്കേണ്ട വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ഇനിയും ദീർഘമായ കാലയളവ് കൂടാതെ നടപ്പിലാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുമെന്നാണ് ഞങ്ങളുടെ സൗഹാർദ്ദഭരിതമായ പ്രതീക്ഷയെന്ന് കൂടി ഞാൻ പറയട്ടെ. ഇനിയും വൈകാൻ പാടില്ല. പ്രസ് കോൺഫറൻസിലും അതുപോലെ തന്നെ നയപ്രഖ്യാപനത്തിലും ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. കാലാവസ്ഥാ മാറ്റം, ആഗോളതാപനം, അതേപ്പറ്റിയൊക്കെ പറയാതെയും നിലപാട് പറയാതെയും നയം വ്യക്തമാക്കാതെയും
ഒരു ഗവൺമെൻറ്റിനും മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം അതാണ് പുതിയ ലോകം. കാലാവസ്ഥയിലെ മാറ്റങ്ങളും പ്രകൃതിയും ഇത്തരം കാര്യത്തിൽ മൗനം പരിച്ചു വളരുമെന്നാണ് എല്ലാവരെയും നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്നത്. അത് UDF-നും ബാധകമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ UDF ഗവൺമെൻറ് നയത്തിൽ നിന്ന് എന്താണ് കേരളം പ്രതീക്ഷിക്കേണ്ടതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. നയപ്രഖ്യാപനത്തിൽ അത്തരം പ്രഖ്യാപനമൊന്നും കണ്ടിട്ടേയില്ല. ഇതെല്ലാമാണ് ഞങ്ങൾക്ക് ഇഘട്ടത്തിൽ അതേപ്പറ്റിയുള്ള വളരെ ജനറലായ പ്രതികരണങ്ങൾ. കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നയത്തിൽ നിന്നും ദേശീയ നയത്തിൽ നിന്നും മാറിപ്പോകാതിരിക്കുമെങ്കിൽ BJP ഗവൺമെൻറ്റിൻ്റെ ഫെഡറൽ തത്വങ്ങളെപ്പറ്റിയുള്ള അനാസ്ഥയെപ്പറ്റിയും അവഗണനയെപ്പറ്റിയും സാമ്പത്തിക രംഗത്ത് കാണിക്കുന്ന കേരള വിരുദ്ധമായിട്ടുള്ള നിലപാടിനെ പറ്റിയും പാലിക്കുന്ന ഈ മൗനം ഒരു നയമാക്കാൻ പാടില്ല. നയമാക്കിയാൽ അത് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഒട്ടും അനുകൂലമല്ല. അത് പുതുയുഗത്തിൻ്റെ വാഗ്ദാനവുമായി പൊരുത്തപ്പെട്ടു പോകാത്ത ഒന്നാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ചുരുക്കുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. CPIക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് മനസ്സിലാക്കാൻ ഭാഷയൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നയം എന്ത് നയത്തുള്ളത്? എന്നാര് പറഞ്ഞു? കോൺഗ്രസ് പാർട്ടിക്ക് നയമുണ്ടോ ഇല്ലയോ? അതിന് പ്രോട്ടോകോൾ ഉണ്ടോ? കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടോ? ആ പ്രോട്ടോകോൾ രാഹുൽ ഗാന്ധിക്ക് ബാധകമാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ പറയുകയല്ല. കോൺഗ്രസ് പാർട്ടിക്ക് നയമുണ്ടെങ്കിൽ പറയേണ്ടതായിരുന്നു. നയമൊന്നും കേട്ടില്ല. ആയിക്കോട്ടെ. അതെ ആയിക്കോട്ടെ. പ്രതീക്ഷ എന്ന് പറഞ്ഞ കാര്യം താങ്കൾക്ക് ബോധ്യമാണ്, നിങ്ങൾക്ക് ബോധ്യമല്ല. അത്തരം സീൻസ് ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. അത്തരം സീൻസ് ഒഴിവാക്കേണ്ടതാണ്. അതേസമയം തന്നെ ED എന്താ ചെയ്തത്? ED ഒരു രാഷ്ട്രീയ സീൻ ഉണ്ടാക്കിയത്. ഈ പറയുന്ന കേസിൽ ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരാളാണ് പിണറായി വിജയൻ. എക്സാലോജിക്കും CMRL-ഉം രണ്ട് കമ്പനികളോ കൺസൾട്ടൻസിയോ ഒക്കെയാണത്. അവ തമ്മിലുള്ള ബന്ധമാണ് വിഷയം. ആ ബന്ധത്തിൽ തെറ്റും ശരിയും പറയാൻ ഞങ്ങളാളല്ല. പക്ഷെ അതിൻ്റെ പേരിൽ ആ രേഖയിൽ ഒന്നും ഒരു കക്ഷിയായി എവിടെയും കാണാത്തൊരു പേരാണ് ഈ പേര്, പിണറായി വിജയന്റെ പേര്. പിണറായി വിജയൻ കേരളത്തിലെ LDF-ന്റെ പ്രമുഖ നേതാവാണ്. അത് LDF-ന്റെ നേതാവായി 10 കൊല്ലം ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു നാൾ രാവിലെ എത്തിച്ചേരുകയാണ് വലിയ സന്നാഹങ്ങളുമായിട്ട് ED. 5-8 മണിക്കൂർ നേരം രാജ്യം മുഴുവൻ അല്ല വാർത്ത പറയുകയാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഷോ നടത്താൻ ED-ക്ക് എന്ത് കാര്യം? കേസിന്റെ വഴിക്ക് പോട്ടെ. അതേപ്പറ്റി CPIക്ക് നിലപാട് ഇത് തന്നെയാണ്. എനിക്കറിയില്ല നിലപാടും ഇടപാടും. പക്ഷേ LDF നേതാവായിട്ടുള്ളൊരു
ഗണനായകൻ്റെ വീടിന് മുമ്പിൽ ഇത്തരമൊരു നാടകം സംഘടിപ്പിക്കാൻ ഇ ഡി ശ്രമിച്ചത് രാഷ്ട്രീയ പ്രേരിതമായിരിക്കാം. ഇ ഡി ഈ രാഷ്ട്രീയം പലയിടത്ത് കളിച്ചതാണ്. ഡൽഹിയിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇ ഡി ചെയ്തിട്ടുണ്ട്. അതാത് കാലങ്ങളിൽ BJPക്ക് ഇഷ്ടമില്ലാത്തവരെ രാഷ്ട്രീയമായി ആക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായോ വഴിയായിട്ടോ ഇ ഡി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്റ്റാലിനും കേജ്രിവാളും തേജസ്വി യാദവും അടക്കമുള്ളവർ ഈ റെയ്ഡിനെ തള്ളി പറഞ്ഞത്. അതുകൊണ്ടാണ് ഇ ഡിക്ക് ഒരു പുതിയ പേരുണ്ട്. പുതിയ പേരല്ല, കുറെ പഴയ പേരാണ്. ആ പേരാണ് വാഷിംഗ് മെഷീൻ. ആ മെഷീനിലേക്ക് ഇട്ടുകൊടുത്താൽ ഏത് കളങ്കവും മാറിക്കിട്ടും. ഏത് അഴിമതിയും അപ്പോൾ സത്വവത്തിയായിട്ട് മാറും. ഏത് കളങ്കത്തിനും മാലാഖയായിട്ട് മാറും. 4-ാം നാളിൽ അവർ പാർട്ടി മാറിയാൽ മതി. ഏത് പാർട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്, ആ പാർട്ടി മാറി BJPയിലേക്ക് വന്നാൽ 6-ാം നാളിൽ അവരെ മുഖ്യമന്ത്രിയാക്കും. ഇതാണ് ആ വാഷിംഗ് മെഷീന്റെ പ്രത്യേകത. ഈ വാഷിംഗ് മെഷീന്റെ ട്രേഡ് മാർക്കും ഉൽപാദനവും ഒക്കെ നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. BJP രാഷ്ട്രീയത്തിന്റെയും BJPയുടെ ആക്രമണത്തിന്റെയും എല്ലാം ഒരു പ്രധാനപ്പെട്ട ഉപാധിയായിട്ട് മാറുന്ന ഈ വാഷിംഗ് മെഷീനാണ് ഇവിടെയും ഇത് ചെയ്തത്. ആ വാഷിംഗ് മെഷീനിലേക്ക് തലവെച്ചു കൊടുക്കാനൊന്നും പിണറായി വിജയനോ LDFോ ഒരിക്കലും തയ്യാറല്ല. അതിലൊരു ബന്ധവും LDFിനില്ല. ഇപ്പൊ ഒന്നും പറയാനില്ല. അതേപ്പറ്റി ഇപ്പൊ ഒന്നും പറയാനില്ല. വേണ്ടി വന്നാൽ ഈ നിയമസഭാ സമ്മേളനം തുടരുകയാണ്. CPI ഉപനേതാവ് പദവി, നിയമസഭയിലെ ഉപനേതാവ്, കക്ഷി നേതാവ് ഉപനേതാവ് പദവി ആവശ്യമില്ല. എന്തെങ്കിലും തീരുമാനമായിട്ടില്ല. ആ നിലപാടിനൊരു മാറ്റവും CPIക്കില്ല. 5 വർഷവും എന്നല്ല ആയിക്കോട്ടെ. എല്ലാ കാര്യം ഇതുവഴി തന്നെ പറയാൻ നമ്മൾ തമ്മിലൊരു കരാറില്ലല്ലോ. 5 വർഷം ഉണ്ടാകും, ചിലപ്പോൾ 1 വർഷം ഉണ്ടാകും. നിയമസഭാ കക്ഷി നേതാവുള്ള പദവി നിയമസഭയിലാണ്. നിയമസഭയിൽ നയപ്രഖ്യാപനം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു, സ്പീക്കർ നമുക്ക് കഴിഞ്ഞു, നയപ്രഖ്യാപനം കഴിഞ്ഞു. സ്വാഭാവിക നയപ്രഖ്യാപനത്തിന്റെ ദിവസമൊക്കെ സഭാസഭ തോന്നുകയാണല്ലോ. അന്നെങ്കിലും അതിന് ക്ലാരിറ്റി വരണം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആ നിലപാട് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതോ ആ പദവി നിങ്ങൾക്ക് ലഭിക്കില്ലെന്ന് CPM അറിയിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ഉത്കണ്ഠയും ദൈവത്തിന്റെ സ്നേഹവും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും CPI നിലപാടിതാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് ലഭിച്ചേ തീരും. അത് വേണ്ടി CPI ശ്രമിക്കുകയാണ്. ശരിക്കും ഇല്ലാത്തൊരു പദവിയില്ല നിയമസഭയിൽ, അങ്ങനെ ഒരു പദവിയില്ല. സാങ്കേതികമായിട്ടില്ല. സാങ്കല്പികമായ പദവിയുടെ സാങ്കല്പികമല്ല, ഡിഫാക്ടോ ഉണ്ട്, ഡിജൂറെ ഇല്ല. പദവി ഇല്ലെന്നാണ് CPM പറഞ്ഞത്. ഡിഫാക്ടോ ഉണ്ട്, ഡിജൂറെ ഇല്ല. ഇവിടെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഉണ്ടാകുമല്ലോ. CPMമായിട്ട് ഞങ്ങളുടെ പാർട്ടി ഈ വിഷയത്തിൽ സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ചകളൊക്കെ ഏത് ഘട്ടങ്ങളിലായി പൂർത്തിയായിട്ടില്ല, നടക്കുന്നു. എന്ത് ക്ലാരിറ്റി? വെരി ക്ലിയർ. അതിന്റെ മുഹൂർത്തം CPIയോ CPMോ കുറിച്ച് വെച്ചിട്ടില്ല. രാഷ്ട്രീയ കാരണങ്ങളായിരിക്കാം, സാങ്കേതികമായിരിക്കാം. എന്തായാലും അതിന് പരിഹാരം ഉണ്ടാകും. CPI നിലപാട് അത് പരിഹരിക്കാനുള്ള രാഷ്ട്രീയ വ്യക്തതയുണ്ട് CPIക്കും CPMനും. ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഒന്നിനെ ചൊല്ലിയും CPI CPM ബന്ധങ്ങളിൽ ഒരു പതറിച്ച ഉണ്ടായിക്കൂടാ എന്നാണ് CPI നിലപാട്. ആ രാഷ്ട്രീയ CPIക്കുണ്ട്, ആ രാഷ്ട്രീയ CPMനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു വലിയ
ഭിന്നത ഉണ്ടാക്കിയെടുക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല. ഭിന്നത ഒന്നുമില്ല. ഞങ്ങളുടെ തമ്മിൽ ഈ വിഷയത്തിലുള്ള അപ്രോച്ച് വ്യത്യാസമുണ്ട്. അത് പലതും മാറിയിട്ടുണ്ട്. ഇത് മാറും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.